ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ, അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരല്പം ഉപ്പ്. ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട കാഷ്നട്ടും കിസ്മിസും സവോളയും ഒക്കെ ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം കാഷ്നട്ടും കിസ്മിസും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു ചെറിയ സവോള അരിഞ്ഞതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ബിരിയാണിയുടെ ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത സവോള ബിരിയാണിയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ അതുപോലെ മതി. നമ്മൾ ഓൾറെഡി ഇതിനെയും മസാലയുടെ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ ചിക്കൻ വെന്തോളും. അപ്പം നമുക്കിത് 2 സൈഡും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇനിയൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും നമുക്ക്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, നമ്മൾ ഓൾറെഡി ചിക്കൻ കുക്ക് ചെയ്തതാണ്. ഈ മസാലയ്ക്കകത്തൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ചിക്കൻ കിടന്ന് ചെറുതായിട്ടൊന്ന് വേവാനുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം അതുകൊണ്ട് ഒഴിക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ വേവാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിക്ക്. ഇതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി വെച്ച് അതിനുശേഷം നമുക്കിനി ബിരിയാണിക്കുള്ള അരിയും കൂടെ വേവിച്ചെടുക്കാം. അരി വേവിക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് ചൂടായി വന്ന സമയം അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അരി അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ച അരിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം.
അരി വെന്ത സമയത്ത് ഇടയ്ക്ക് ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അരി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ദം വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് അതൊന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്കൊരൽപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഫുഡ് കളറാണ്, ഇത് യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. ഇനി കുറച്ച് മല്ലിയില നമുക്ക് വിതറി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസും കാഷ്നട്ടും സവോളയും കൂടെ ഇതിന് മുകളിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് മുകളിലേക്ക് വീണ്ടും ചിക്കൻ കറി വെച്ച് കൊടുക്കാം. വീണ്ടും അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ചെയ്തതുപോലെ തന്നെ നെയ്യും ഫുഡ് കളറും കാഷ്നട്ടും കിസ്മിസും സവോളയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ബിരിയാണിയുടെ കൂട്ട് ഇതിന് മുകളിലേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് നല്ല കട്ടിയുള്ളൊരു വെയിറ്റ് ഇതിന് മുകളിലേക്ക് വെക്കണം. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ല നെയ്യുടെയും നല്ല ഒരു ബിരിയാണിയുടെയും നല്ല സ്മെല്ലാണ്. നമുക്കിതിൽ കൂടെ നന്നായിട്ട് ആവി വരുന്നതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റ്